ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ വളക്കാപ്പിൻ്റെ 2 ദിവസം മുമ്പ് മുതലുള്ള കുറച്ച് കാര്യങ്ങളാണ്. അതുപോലെ തന്നെ വളക്കാപ്പിൻ്റെ ദിവസം എന്തൊക്കെ ഉണ്ടായി എന്നുള്ളതാണ്. അപ്പം ഓഗസ്റ്റ് 3-ാം തീയതിയാണ് എൻ്റെ വളക്കാപ്പ് നടത്തുന്നത്. അപ്പോൾ ഓഗസ്റ്റ് 1-ാം തീയതി ഞാൻ എൻ്റെ ബ്ലൗസും സ്റ്റിച്ച് ചെയ്ത സ്ഥലത്ത് നിന്ന് മേടിച്ച് സാരി മാമൻ്റെ ഷോപ്പിലാണ് ഡ്രേപ്പ് ചെയ്യാൻ വേണ്ടി കൊടുത്തു. അതൊക്കെ കളക്ട് ചെയ്ത് തിരിച്ച് വീട്ടിലോട്ട് വന്നു. ആ ദിവസം രാത്രിയാണ് എൻ്റെ കസിൻസൊക്കെ കോഴിക്കോട് നിന്ന് വരുന്നത്. സത്യം പറഞ്ഞാൽ അവരൊക്കെ വീട്ടിലെത്തിയതിന് ശേഷമാണ് കേട്ടോ ഈ ഒരു വളക്കാപ്പിൻ്റെ ഒരു മൂഡൊക്കെ വന്നത്. കാരണം ഫാമിലിയൊക്കെ എല്ലാവരും കൂടി കൂടുമ്പോഴാണല്ലോ നമുക്ക് ഇതുപോലത്തെ ആ ഒരു സന്തോഷത്തിൽ കംപ്ലീറ്റ് ആയിട്ട് ഇൻവോൾവ് ചെയ്യാൻ പറ്റുക. അപ്പോൾ ഇവരെത്തുമ്പം സത്യം പറഞ്ഞാൽ ഭയങ്കര ലേറ്റായി. പക്ഷെ എന്നാലും അവരെത്തിയല്ലോ. ഇനിയിപ്പം നമുക്ക് അടുത്ത ദിവസമുണ്ട്, അതേപോലെ അതിൻ്റെ പിറ്റേ ദിവസമാണ് നമ്മുടെ വളക്കാപ്പിൻ്റെ പരിപാടി. അങ്ങനെ കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞതിന് ശേഷം ഇവർ ഫുഡ് അടിക്കണ പരിപാടിയിലേക്ക് കടന്നു. അത് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ വല്യമ്മയും അജമയമ്മയും ഒക്കെ വരുന്നത്. കാരണം വല്യമ്മ അതിൻ്റെ ഇടയിൽ യാത്രയിൽ കുറച്ച് വോമിറ്റിംഗ് സെൻസേഷനൊക്കെ ഉള്ളതാണ്. പുള്ളിക്കാരി അങ്ങനെ കാറിൽ ട്രാവൽ ചെയ്യുമ്പോൾ മോഷൻ സിക്നസ് കാരണം വളരെ പതുക്കെയാണ് അവർ വന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഇപ്പം എത്തുന്നേ ഉള്ളൂ വല്യമ്മയൊക്കെ. അപ്പോൾ ഇതുപോലെ മേമയാണിത്. അപ്പോൾ എല്ലാവരും കൂടി എത്തി. എന്തായാലും ഭയങ്കര ലേറ്റായി, പക്ഷെ എന്നാലും എല്ലാവരും വന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു കാര്യം. പിന്നെ ചിനിയേട്ടൻ വന്നു. ചിനിയേട്ടൻ കാറൊക്കെ പാർക്ക് ചെയ്ത് ചിനിയേട്ടനും എത്തി. പിന്നെ നമ്മളെല്ലാവരും കൂടി കുറേ നേരം ഇരുന്ന് വർത്തമാനം പറഞ്ഞു. കാരണം കുറേ കാലമായി നമ്മളെല്ലാവരും കണ്ടിട്ട്. പിന്നെ വളക്കാപ്പിനെ പറ്റിയിട്ടുള്ള ഡിസ്കഷനും കാര്യങ്ങളൊക്കെ ആയി. അപ്പോൾ എല്ലാവരും കൂടി ഒരു ചർച്ചയും പിന്നെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് കുറേ ടൈം അങ്ങനെ സ്പെൻഡ് ചെയ്തു. പിന്നെ മമ്മയും വല്യമ്മയും മേമയും അമ്മമ്മയൊന്നും ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവരെല്ലാവരും കൂടി ഇരുന്ന് അവരുടേതായ കുറച്ച് ചർച്ചയിലാണ്. വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവരിയ്ക്കുകയാണ്. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ വളക്കാപ്പിൻ്റെ ഒരു 2 ദിവസം മുമ്പത്തെ വിശേഷം. 2 ദിവസം എന്ന് പറയാൻ പറ്റില്ല, തലേ ദിവസത്തേക്കൊരു വിശേഷം വേണമെങ്കിൽ നമുക്ക് പറയാം. ഇത് അടുത്ത ദിവസമാണ് കേട്ടോ. എൻ്റെ ഡെക്കറേഷൻ്റെ ടീം വന്നിട്ടുണ്ട്. സെറിബ്രൽ ഇവൻറ്റ്സ് എന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ ഡെക്കറേഷൻ ടീം. അപ്പോൾ അവരെല്ലാം വന്ന് തലേ ദിവസം തന്നെ ഈ വളക്കാപ്പിൻ്റെ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പോയി. അങ്ങനെ നമ്മുടെ വളക്കാപ്പിൻ്റെ ദിവസം എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ഡെക്കറേഷൻ. ആദ്യം തന്നെ ഫ്രണ്ടിലുള്ളത് ഇങ്ങനെ ഒരു നെയിം ബോർഡ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ എൻ്റെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ തന്നെയുള്ള സപ്പോർട്ട് മരത്തിൽ കുറച്ച് ഹാങ്ങിങ്സ്, ഫ്ലവറിൻ്റെ ഹാങ്ങിങ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഏർലി മോർണിംഗ് സീൻസാണ് കേട്ടോ ആ വളക്കാപ്പിൻ്റെ ദിവസം. പിന്നെ അത് ഈ നെയിം ബോർഡിൻ്റെ അവിടെ നല്ല ഭംഗിയുള്ളൊരു ഗണപതിയും പിന്നെ കുറച്ച് പ്രോപ്സൊക്കെ അവർ വെച്ചിട്ടുണ്ട്. പിന്നെ രാവിലെ തന്നെ മാമൻ വന്നിട്ടുണ്ടായിരുന്നു. ഒരു 6 മണിയൊക്കെ ആയപ്പോഴേക്കും മാമൻ എത്തി. പിന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷം നമ്മുടെ മേക്കപ്പിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ മാമൻ കൊണ്ടുവന്ന കുറച്ച് ഓർണമെൻറ്റ്സാണ് ഇതിൻ്റെ അകത്ത് നിന്ന് എനിക്ക് ആവശ്യമുള്ളത് സെലക്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് വളരെ മിനിമലായിട്ടുള്ള ഒരു മേക്കപ്പ് ലുക്കാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇതിൻ്റെ അകത്ത് നിന്ന് 2 മാലയെ ഞാൻ ചൂസ് ചെയ്തുള്ളൂ. അപ്പോൾ മാമൻ്റെ മേക്കപ്പ് കാര്യങ്ങളൊക്കെ നിരത്തി ഇങ്ങനെ വെക്കുകയാണ്. എൻ്റെ കല്യാണം എല്ലാം കവർ ചെയ്ത മാമൻ തന്നെയാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ ഈ ഒരു സ്പെഷ്യൽ ഡേ മാമൻ തന്നെ മേക്കപ്പ് ചെയ്യണമെന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഫേസ് മേക്കപ്പ് ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം അമ്മയ്ക്ക് ജസ്റ്റ് ഒന്ന് ഐബ്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് അമ്മ വന്നതാണ്. അത് കഴിഞ്ഞ് ഹെയറിലോട്ട് കടന്നു. നമ്മുടെ പ്രോഗ്രാം 10:30-യുടെ ഉള്ളിൽ കംപ്ലീറ്റ് ആവണം. അതായത് അതിൻ്റെ സ്റ്റാർട്ടിങ് ആയിട്ടുള്ള പരിപാടികളെല്ലാം 10:30-യുടെ ഉള്ളിൽ തീരണം. അതാണ് മുഹൂർത്തം നമുക്ക് കിട്ടിയത്. അപ്പോൾ എല്ലാവരും അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുക തന്നെയാണ്. ഇത് മധുമാമനാണ്, രാധുമാമൻ്റെ ചേട്ടനാണ്. അപ്പോൾ പുള്ളിക്കാരൻ വന്നിങ്ങനെ എന്നെ നോക്കുകയാണ്, എന്തായി മേക്കപ്പ് എന്നൊക്കെ ഉള്ള രീതിയിൽ. എന്റെ പെങ്ങളുടെ മോളുടെ വളകാപ്പാണ്. ഞാനിപ്പോ കല്യാണം ഞാൻ തന്നെ ചെയ്തേ. കല്യാണം ഇപ്പൊ ഒരു ചെറിയൊരു അവൾക്കൊരു ആഗ്രഹം, വളകാപ്പ് തന്നെ മേക്കപ്പ് ചെയ്യണം, അടിപൊളിയാക്കണം എന്നൊക്കെ. ഒരുവിധം കുഴപ്പമില്ല അല്ലേ?
ഹെയർ സ്റ്റൈല് മാറ്റിയിട്ട് ഇപ്പൊ വളകളൊക്കെ എല്ലാരും വന്ന് ഇട്ടിട്ട് പോയി. അപ്പൊ ഒരു ചേഞ്ച് വേണമെന്ന് പറഞ്ഞിട്ട് ഒരു ലൂസ് ഹെയർ ആക്കിയിട്ട് നമ്മളിങ്ങനെ ചെയ്യും. ഓക്കെ, ഇത്രേ ഉള്ളൂ. അങ്ങനെ അതേ മേക്കപ്പും പരിപാടിയൊക്കെ കഴിഞ്ഞ് താഴെ എത്തിയപ്പോഴേക്കും അക്കിയുടെ ഫാമിലി എല്ലാവരും വരുന്നുണ്ട്. അതേ അമ്മ, അച്ഛൻ, പിന്നെ അളിയൻ്റെ ഫാമിലി, പിന്നെ അപ്പച്ചി ഉണ്ട്, അച്ഛൻ, അമ്മ എല്ലാവരും ഉണ്ട്. എല്ലാവരും എത്തി. അപ്പം അവരെല്ലാവരും കറക്റ്റ് ടൈമിങ്ങിന് തന്നെ എത്തി. ഇവരാണ് ഫസ്റ്റായിട്ട് എത്തുന്നത്. പിന്നെ എല്ലാം എൻ്റെ കോഴിക്കോട് നിന്നുള്ള ഫാമിലി മെമ്പേഴ്സ് അവിടെ ഓൾറെഡി തലേ ദിവസം തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ ഇവരെല്ലാവരും വന്ന് ആ ഒരു ഫീലായി നമുക്ക്. ആ ഒരു വളക്കാപ്പിൻ്റെ പരിപാടിയൊക്കെ ആ ഒരു വൈബിലോട്ട് എത്തി. സത്യം പറഞ്ഞാൽ വളരെ ഇൻറ്റിമേറ്റായിട്ട് നടത്തണമെന്ന് വിചാരിച്ചൊരു ഫംഗ്ഷനായിരുന്നു ഇത്. അതായത് ഒരു 25 മെമ്പേഴ്സിൻ്റെ താഴെ നിൽക്കുന്ന ഒരു ഫംഗ്ഷനാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ വിളിച്ച് വന്നപ്പോൾ നമ്മുടെ നെയ്ബേഴ്സും എല്ലാം നമ്മുടെ ആ ഒരു പരിസരത്തൊക്കെ തന്നെയാണ് എല്ലാ ഫാമിലി മെമ്പേഴ്സും നിൽക്കുന്നത്. അപ്പോൾ എല്ലാവരെയും വിളിച്ചത് ആക്ച്വലി നന്നായി തന്നെയാണ് എനിക്ക് പിന്നീട് തോന്നിയത്. അതുപോലെ തന്നെ ഇവരുടെ എല്ലാം ബ്ലെസ്സിങ്സും പിന്നെ ഈ ഒരു സന്തോഷത്തിൻ്റെ ഇടയിൽ ഈ ഒരു പരിപാടി കഴിഞ്ഞു പോയത് അറിഞ്ഞില്ല. പെട്ടെന്ന് തന്നെ ആ ഒരു പ്രോഗ്രാം വൈൻഡപ്പായ പോലത്തെ ഒരു ഫീലായിരുന്നു കിട്ടിയത്. അപ്പോൾ എല്ലാവരും ഒന്ന് വന്ന് സെറ്റിലാവാനുള്ള ഒരു പരിപാടിയിലാണ്. നമ്മൾ നമ്മുടെ വീട്ടിൻ്റെ അകത്ത് തന്നെ വെച്ച് നടത്തുന്നതുകൊണ്ട് ഇതുപോലെ ഉള്ള ഒരു സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഭക്ഷണത്തിനായിട്ട് എൻ്റെ പഴയ വീട്ടിലാണ് ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം യാത്രയും കാര്യങ്ങളൊക്കെ സുഖമായിരുന്നു എന്നൊക്കെ ഉള്ളത് ഇങ്ങനെ എല്ലാവരും തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഡെക്കറേഷൻകാർ തലേദിവസം രാത്രി തന്നെ വന്ന് എല്ലാതും ചെയ്തു പോയതുകൊണ്ട് തന്നെ ആ പരിപാടി നന്നായിട്ട് കഴിഞ്ഞു. ഈ കാണുന്ന രീതിയിലത്തെ ഡെക്കറേഷനാണ് നമ്മുടെ ബാക്ക് ഡ്രോപ്പായിട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഫ്രണ്ടിൽ കയറി വരുമ്പം എല്ലാവർക്കും ഒരു മുല്ലപ്പൂവിൻ്റെ ഒരു റോള് നമ്മൾ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ബാംഗിൾസ് വരുന്ന ആൾക്കാർക്കെല്ലാം ഇടാം. അത് ജസ്റ്റ് ഒരു സന്തോഷത്തിൻ്റെ ഒരു ഭാഗമായിട്ട് എല്ലാവരും ഈ ഒരു പരിപാടിയിൽ ഇൻവോൾവ് ചെയ്യുന്ന രീതിയിൽ ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് ചെയ്തതാണ്. പിന്നെ കയറി വരുന്ന ഫ്രണ്ട് ഡോറിൻ്റെ അവിടെ ഇതേപോലെ ഒരു മാല കൊണ്ടുള്ളൊരു ഹാങ്ങിങ്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഈ ഒരു വളക്കാപ്പിൻ്റെ ഡെക്കറേഷൻ എന്ന് പറയാനായിട്ട്. പിന്നെ ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി ഒക്കെ ചെയ്യുന്നത് എൻ്റെ അനിയനാണ്. അപ്പോൾ അവൻ ചെയ്ത ഒരു സിനിമാറ്റോഗ്രാഫി പോലത്തെ ഒരു വീഡിയോ എൻ്റെ ചാനലിൽ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതൊരു വ്ളോഗ് പോലെ ചെയ്യുന്നതാണ്. കാരണം മറ്റേ വീഡിയോ പെട്ടെന്ന് തീർന്നു പോയെന്നൊരു കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇതൊരു വ്ളോഗ് പോലെ എടുത്തിട്ടുണ്ട്, കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ കാണുന്ന സ്വീറ്റ്സും ഫ്രൂട്ട്സാണ് നമ്മൾ വളക്കാപ്പിന് വേണ്ടിയിട്ട് ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇത് പുർസിയും മാമിയാണ്, ശീലമാമി. അപ്പം പുർസി എനിക്കൊരു ഗിഫ്റ്റ് തന്നിട്ടുണ്ടായിരുന്നു. ഭയങ്കര ക്യൂട്ടായിരുന്നു. കാരണം ഈ ഒരു ഫംഗ്ഷന് പറ്റിയിട്ടുള്ളൊരു ഗിഫ്റ്റാണ്. ബാംഗിൾസ് തന്നെയാണ്. അതിനൊരു സ്പെഷ്യാലിറ്റി ഉണ്ട്. റെയിൻബോ ബാംഗിൾസ് എന്ന് പറയുന്ന ഒരു കൈൻഡ് ഓഫ് ബാംഗിളാണ്. അപ്പോൾ അവൾ എനിക്കത് ഗിഫ്റ്റ് ചെയ്തു. എൻ്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട് അല്ലെങ്കിൽ എൻ്റെ കസിനാണ് ഇവൾ. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച് പുർസി. അപ്പോൾ ഏകദേശം സമയമായിട്ടുണ്ട് നമ്മുടെ പരിപാടി തുടങ്ങാനായിട്ട്. അപ്പോൾ ആ ഒരു പറയുന്ന ടൈമിങ്ങിൻ്റെ ഉള്ളിൽ നമുക്ക് ചെയ്യണം. അപ്പോൾ അത് ഈ കാണുന്നതാണ് നമ്മുടെ നേരത്തെ പറഞ്ഞ സ്വീറ്റ്സും ബാംഗിൾസ്, അതേപോലെ വിളക്ക്, മുല്ലപ്പൂ, അങ്ങനെയുള്ള എല്ലാതും. അപ്പോൾ ആദ്യം തന്നെ വിളക്ക് ഞാൻ കത്തിച്ചു. അത് കഴിഞ്ഞ് അമ്മ കത്തിക്കുന്നുണ്ട്, പിന്നെ അമ്മ കത്തിക്കും, പിന്നെ അമ്മുമ്മ, പിന്നെ വല്യമ്മയും മേമയും കൂടിയിട്ട് തിരി കത്തിക്കും. അങ്ങനെ നമ്മുടെ വളക്കാപ്പിൻ്റെ പരിപാടി അവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. അങ്ങനെ ആരതിയൊക്കെ ഒഴിഞ്ഞ് കഴിഞ്ഞ് പിന്നെ ചന്ദനം തേച്ചു, സിന്ദൂരം ഇട്ടു. അതിന് ശേഷം അമ്മ വളയിടുകയാണ്.
അമ്മ വളയിട്ടതിന് ശേഷം പിന്നെ അമ്മേനെ ഇടണേ. പിന്നെ ആ ചടങ്ങ് അങ്ങനെ എൻ്റെ റിലേറ്റീവ്സും എല്ലാവരും വന്ന് അങ്ങനെ ചെയ്യാണ്. അമ്മൂമ്മയും വളയിടുന്നുണ്ട്. അപ്പം അതൊക്കെ ഭയങ്കര ഒരു സന്തോഷമുള്ള ഒരു ടൈം തന്നെയായിരുന്നു എനിക്കിത്. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഇത്രയും ബ്യൂട്ടിഫുള്ളായിട്ട് ഇതെല്ലാം കഴിഞ്ഞു പോകുന്നുള്ളത്. ഞാൻ ചെറിയൊരു ഫോട്ടോഷൂട്ട് എന്നുള്ളൊരു മൈൻഡിൽ മാത്രം ഉദ്ദേശിച്ച് വെച്ചിട്ടുള്ളൊരു പരിപാടിയായിരുന്നു. പക്ഷേ എല്ലാവരും കൂടി വന്ന് ഈ ഒരു പരിപാടി അത്രയും ബ്യൂട്ടിഫുൾ ആൻഡ് മെമ്മറബിൾ ആക്കിയിട്ട് എനിക്ക് തന്നു. അതിൽ ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ കുറച്ചധികം എന്താ പറയുക സ്വീറ്റ്സ് ഞാൻ ആ ദിവസം കഴിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഷുഗർ ലെവലൊക്കെ നോക്കുകയാണെങ്കിൽ കുറച്ചധികം തന്നെ ആയിട്ടുണ്ടാവും. പക്ഷെ എന്നാലും കുഴപ്പമില്ല, ഈ ഒരു സന്തോഷത്തിൽ കുറച്ച് മധുരം കഴിക്കണതിൽ തെറ്റില്ല എന്ന് എനിക്ക് തോന്നുന്നു.
3 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന പരിപാടിക്ക് ഏകദേശം ഒരു തീരുമാനമായി. നമ്മളെല്ലാം ചടങ്ങൊക്കെ കഴിഞ്ഞതിന് ശേഷം ഫോട്ടോസ് ഇങ്ങനെ ഗ്രൂപ്പായിട്ടും എന്താ പറയുക സിംഗിളായിട്ടും ഒക്കെ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം കസിൻസും പിന്നെ വന്ന ഫാമിലി മെമ്പേഴ്സൊക്കെ ആയിട്ട് ഒരു ഫോട്ടോ എടുക്കുകയാണ്. ഇതെല്ലാം ഒരു മെമ്മറിക്ക് വേണ്ടിയിട്ടാണ്. പിന്നെ ഞാൻ നേരത്തെ പാട്ട് ബാക്ക്ഗ്രൗണ്ട് ഇടാൻ കാരണം എന്താ വെച്ചാൽ എത്ര നേരം വെച്ചിട്ടാണ് ഞാൻ സംസാരിക്കുക. പിന്നെ ഓരോരുത്തരെയും ഇപ്പം ഇങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പം അത് ചിലപ്പോൾ നിങ്ങൾക്കൊക്കെ ബോറടിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് മ്യൂസിക് ഇട്ട് അങ്ങനെ ആ ഒരു ബ്ലെൻഡിൽ അങ്ങോട്ട് കൊണ്ടുപോയിരുന്നു. പിന്നെ ആരെയും എനിക്ക് ഒഴിവാക്കാൻ വേണ്ടി പറ്റില്ല. ഇതിൻ്റെ അകത്ത് വന്ന എല്ലാവരും ഞാൻ മാക്സിമം ഈ ഒരു വ്ളോഗിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിൽ ഫുഡിൻ്റെ പരിപാടി നടക്കുന്നുണ്ട്. സദ്യയായിരുന്നു. രാധാകൃഷ്ണ കേറ്ററിംഗ് ആണ് നമുക്ക് സദ്യയൊക്കെ ഏർപ്പാടാക്കിയത്. നല്ല സദ്യയായിരുന്നു. പക്ഷെ അതിൻ്റെ ഒന്നും എനിക്ക് ഫോട്ടോസോ വീഡിയോസോ എടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം ഞാൻ ഇതിൻ്റെ ഒരു തിരക്കിലായിരുന്നു. അപ്പം ആളുകളെല്ലാം ടൈമിനനുസരിച്ച് ഇങ്ങനെ എന്താ പറയുക അവർക്ക് പറ്റുന്ന പോലെ ഫുഡും അതിൻ്റെ സൈഡിൽ കൂടെ കഴിക്കുന്നുണ്ടായിരുന്നു. ഈ ഒരു വ്ളോഗ് സത്യം പറഞ്ഞാൽ കുറച്ച് ലെങ്തി ആയിരിക്കും. കാരണം ഇതിൻ്റെ അകത്ത് വന്ന ആരെയും എനിക്കങ്ങനെ ഒഴിവാക്കാൻ പറ്റാത്ത ആളുകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് കുറച്ച് ലെങ്തി ആയിരിക്കും. ഇപ്പോൾ കണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ ബോറടിക്കാം. എന്തായാലും എല്ലാ വന്ന ആളുകൾക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. പിന്നെ എസ്പെഷ്യലി എൻ്റെ മാമന് ഒരുപാട് താങ്ക്സ് പറയാനുണ്ട്. കാരണം പുള്ളിക്കാരൻ്റെ മേക്കപ്പും കാര്യങ്ങളും എല്ലാം രാവിലെ തന്നെ വന്ന് എനിക്ക് ആ മേക്കപ്പൊക്കെ ഇട്ട് തന്ന് എന്നെ ഒരുക്കി ആ ഒരു ദിവസം എൻ്റെ അത്രയും ബ്യൂട്ടിഫുള്ളാക്കി തന്നതിന് രാഘവൻ്റെ അടുത്ത് ഒരുപാട് താങ്ക്സും എനിക്ക് പറയാനുണ്ട്. അങ്ങനെ പ്രോഗ്രാം ഒരുവിധം കഴിഞ്ഞ് ഉച്ചയോടെ എല്ലാവരും ഭക്ഷണവും കഴിച്ച് വർക്കലയിൽ നിന്ന് വന്ന എല്ലാവരും, അതായത് അക്കിയുടെ ഫാമിലി എല്ലാവരും തിരിച്ചു പോവുകയാണ്. അമ്മയും അച്ഛനും വർക്കലയിൽ നിന്ന് കൊച്ചിയിൽ വന്നിട്ടുണ്ടായിരുന്നു അളിയൻ്റെ വീട്ടിൽ. അവർ തിരിച്ച് കൊച്ചിയിലോട്ട് പോവുകയാണ്. അപ്പം ഇവരെല്ലാവരും ഇറങ്ങുകയാണ്. ബാക്കിയുള്ള വന്ന ആളുകളെല്ലാം ഭക്ഷണമൊക്കെ കഴിച്ച് ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം ഇറങ്ങി. അപ്പം ഇനി കുറച്ച് പേര് നമ്മുടെ കോഴിക്കോട് ഗ്യാങ്ങാണ്. അവരെല്ലാവരും ഇത് കഴിഞ്ഞ് പതുക്കെ അവരും ഇറങ്ങും. എന്താണ് നിനക്ക് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത് ഇന്ന് നല്ല ദിവസമായിരുന്നു. അങ്ങനെ ഇവരൊക്കെ യാത്ര പറഞ്ഞ് ഇറങ്ങുകയാണ്. പിന്നെ എനിക്ക് എടുത്തു പറയേണ്ടത് നമ്മുടെ ഡെക്കറേഷൻ്റെ ടീമാണ്. ഡെക്കറേഷൻ്റെ ഭാഗമായിട്ട് ഞാൻ ചെയ്ത വേറൊരു കാര്യം ജെൻഡർ പ്രഡിക്ഷൻ ട്രീ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഞാനവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വന്ന എല്ലാവർക്കും തോന്നിയത് എന്താണോ ബോയ് ആണോ ഗേൾ ആണോ എന്നുള്ളത് അവർ ഓൾറെഡി ആ ട്രീയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ലാസ്റ്റായിട്ട് അമ്മുമ്മയും പപ്പയും അമ്മയും മാത്രമായിരുന്നു ചെയ്യാണ്ടിരുന്നത്. അപ്പോൾ ലാസ്റ്റ് എല്ലാ പരിപാടിയും കഴിഞ്ഞപ്പം അമ്മുമ്മയും പപ്പയും അമ്മയും ആ ഒരു പ്രഡിക്ഷനും കൂടി ചെയ്തു. അമ്മൂമ്മ ഒന്ന് പറയാം, അമ്മൂമ്മയ്ക്ക് എന്താണ് തോന്നണത്? എനിക്കിഷ്ടം ആൺകുട്ടിനെയാണ്, പക്ഷേ തോന്നുന്നത് പെൺകുട്ടിയാണോ എന്നൊരു സംശയം. അപ്പം പെൺകുട്ടീൻ്റെ ഇതിലാ കുത്തിയത്. അപ്പോൾ പെൺകുട്ടിയിലെ അതിലാ കുത്തിയത്. ഓക്കെ, താങ്ക് യു. അടുത്തത് പപ്പയാണ്. പപ്പ നീലയാണ് കുത്തിയത്. അതിനുശേഷം അമ്മയും സെയിം സംഭവം നീലയാണ് കുത്തിയത്. എൻ്റെ അനിയൻ്റെ പ്രഡിക്ഷൻ ഗേളായിരുന്നു. അവൻ ഗേളാണ് കുത്തിയത്. എന്തായാലും നമുക്ക് നോക്കാം. പപ്പയുടെ ആ കോമഡി ഡയലോഗൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളെല്ലാവരും ഇതേ ഇവിടെ ഇരുന്ന് വർത്താനൊക്കെ പറയായിരുന്നു. എന്തായാലും എല്ലാവർക്കും ഭയങ്കര ക്ഷീണം ഉണ്ടായിരുന്നു. അപ്പം ഈ ഒരു പ്രോഗ്രാം ഇത്രയും ബ്യൂട്ടിഫുൾ ആക്കിയ എല്ലാവർക്കും, വന്ന എല്ലാവർക്കും, ഇവൻ്റ് ഹാൻഡിൽ ചെയ്ത ഡെക്കറേഷൻ ടീം, അതുപോലെ എൻ്റെ അനിയന്, എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. പിന്നെ എൻ്റെ കസിൻസ്, അവർ അടിപൊളിയായിരുന്നു. അവരെല്ലാം വന്നതുകൊണ്ടാണ് ഇത്രയും പവർ പാക്ഡായിട്ട് ഈ ഒരു പ്രോഗ്രാം എനിക്ക് സക്സസ്ഫുള്ളി ചെയ്യാൻ വേണ്ടി പറ്റിയത്. അങ്ങനെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ, ഈ ഒരു വ്ളോഗ് ഇവിടെ എൻഡ് ചെയ്യാണ്. ഈ വളക്കാപ്പ് പരിപാടി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണു. ഇഷ്ടമായെങ്കിൽ പ്ലീസ് ടു ലൈക്ക് ആൻഡ് സപ്പോർട്ട് മൈ ചാനൽ. അപ്പം ഇനിയും നല്ല പുതിയ വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. കീപ് സപ്പോർട്ടിങ്. ടേക്ക് കെയർ.